ഗുഡ് മോർണിംഗ്. ഹലോ എവരിവൺ. നല്ല ഒരു പ്രഭാതം. ഇന്ന് ലിനി വന്നിട്ടില്ല. പപ്പ ഇന്ന് പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട അതെന്ന് പറഞ്ഞാൽ വെയിൻബെർഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് എന്താ, ആ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ വേസ് ടു പവർഫുൾ പേഴ്സണാലിറ്റി. എങ്ങനെയാണ് പവർഫുൾ പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്? കുഞ്ഞുങ്ങൾക്ക് പിന്നെ പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷെ പപ്പ കുറച്ച് പോയിന്റ്സ് പറയും. ഈ പോയിന്റ്സ് വളരെ കൃത്യമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു നിലപാടാണ്. അപ്പം നമ്മൾ പപ്പ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് തന്നെ നടക്കുമ്പോഴും കേട്ടോ. അപ്പോൾ ഒന്ന്, കൃത്യമായ ലക്ഷ്യം എന്തുകൊണ്ടാവണം? കൃത്യമായ ലക്ഷ്യമുണ്ട്. എങ്ങനെ നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാം? നമ്മുടെ ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മളിപ്പോൾ എവിടം വരെ നടക്കാൻ പോകും? അപ്പൂപ്പൻ്റെ കട വരെ നടക്കാൻ പോകും. അത് ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണോ? നമ്മൾ എത്തുന്നിടം കൃത്യമാണ്. മോളിപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് മേടിക്കണമെന്നുള്ളതിൻ്റെ ലക്ഷ്യമുണ്ടോ? ഉണ്ട്. ക്ലാരിറ്റി, അതായത് കൃത്യതയോട് കാണുന്ന ഒരാൾക്ക് കൃത്യമായി അവിടെ ചെല്ലാൻ പറ്റും. അതാണ് വ്യക്തമായ ലക്ഷ്യം. വ്യക്തമായ ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പച്ചൻ്റെ കടവരെ പോകുന്നതുകൊണ്ടേ നമ്മൾ സ്പീഡ് അങ്ങ് നടന്നൂടെ? കാരണം എന്താ? ഡെസ്റ്റിനേഷൻ അറിയാം. 10ാം ക്ലാസ് ആകുമ്പോഴും പ്രീ ഡിഗ്രി ആകുമ്പോഴും ഡിഗ്രി ആകുമ്പോഴും നമ്മൾ ഓരോ കോഴ്സുകൾ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്ത് കൃത്യമായിട്ട് അറിയാം? ഞാൻ എത്തേണ്ടത് ഇവിടാണ്. പഠിച്ചോ? അതാണ് പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി കഴിവുകൾ വികസിപ്പിക്കണം. എന്താ വേണം? കഴിവുകൾ വികസിപ്പിക്കണം. അതാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. എന്താ? നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തുവേണം? വ്യക്തിത്വ വികസനം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ മികവ് പ്രകടിപ്പിക്കണം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ തോൽപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഒന്നാമതെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ പഠനത്തിനകത്ത് ഇന്ന് നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നാളെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലായോ? മികവ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരണം. ഇന്ന് ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് ഇരിക്കട്ടെ. ഇന്ന് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഈ തലത്തിലാണ്. ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമായി ഞാൻ നാളെ ചെയ്യും, എത്ര ഭംഗിയായി ഞാൻ ചെയ്യും. മനസ്സിലാവുന്നു? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐഡിയ കിട്ടിയോ? കിട്ടി. ഇത് ഓണാണെന്നൊരു സംശയമുണ്ട്. കേൾക്കുമായിരുന്നോ? ഓക്കെ. അപ്പോൾ കോമ്പിറ്റൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അടുത്ത പോയിന്റ് കോൺസെൻട്രേഷനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, കുഞ്ഞ് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മോനെ ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നിടത്ത് പോയിരുന്നു പഠിക്കണം. മോൻ ഇന്നലെ ഇരുന്ന് പഠിച്ചെടുത്താണ് നമ്മുടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്മെല്ല് മോന് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ വയ്ക്കും. മനസ്സിലാവുന്നു? അപ്പോൾ അതുകൊണ്ട് കോൺസെൻട്രേഷൻ കറക്റ്റായിരിക്കണം. ഏകാഗ്രത ഉണ്ടാവണം. പഠനത്തിലായാലും പ്രവൃത്തിയിലായാലും ലക്ഷ്യത്തിലായാലും എന്തിലാണോ പോകുന്നത് അതിനകത്ത് ഏകാഗ്രത ഉണ്ടാവും. പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഇൻ പൊളിറ്റിക്സ്. പഠനത്തിനാണെങ്കിൽ ഇൻ പഠനം. നിങ്ങൾ കളിയിലാണെങ്കിൽ ഇൻ കളി. മനസ്സിലാവുന്നു? എവിടെയാണോ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ എനർജി നിങ്ങൾ ഇടുന്നത്, അവിടെ നിങ്ങൾ വിജയിച്ചിരിക്കണം. പിന്നെ അടുത്ത 4ാമത്തെ പോയിന്റ് ഇപ്പൊ പറയുന്നത് കോൺഫിഡൻസ്. എന്താ? കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസം, സ്വയം വിശ്വാസം. മനസ്സിലാവുന്നു? നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം. ആത്മവിശ്വാസമുള്ളവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവയോട് സിംഹത്തെ പോലെ. ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ജംഗിൾ. വൈ? ബിക്കോസ് all elements are bigger than him. Majority animals are bigger than him, but taller than him, intellectual than him, but who smarter than others. But who is the king? Lion. Why? Lion. അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ കോൺഫിഡൻസ്, അവനൊരു ആനയെ കണ്ട അവനെ അടിച്ചിട്ട് ആഹാരമാക്കി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ്. നെക്സ്റ്റ് ദ കറേജ്. അടുത്ത പോയിന്റ് എന്തോ? ധൈര്യം ഉണ്ടാവണം. പ്രതിസന്ധി, നോളജ് വരുമ്പം ധൈര്യം വരും. ശരിയാണ്. അത് എക്സ്പീരിയൻസും വേണം. നോളജ് പ്ലസ് എക്സ്പീരിയൻസ് ആണ് പപ്പയുടെ അഭിപ്രായത്തിൽ കറേജ് എന്ന്. ഞാൻ ഒത്തിരി വട്ടം പറയുന്ന. അപ്പൊ ഈ കറേജ് കറക്റ്റായിട്ടുണ്ടാവണം. ഐഡിയ കിട്ടിയോ? ചോദിച്ചോ. വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അറിവ് ചെയ്യുന്നതാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിയാണ് വിസ്ഡം. ഇത് ഇന്നത് ഇവിടെ ചെയ്യാം. കറേജ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പട്ടി വരുന്നു. യെസ് ഒരു പട്ടി നിങ്ങളെ കടിക്കാൻ വരുന്നു.
അന്നേരം പറയാം പേപ്പട്ടിയാ, നിങ്ങൾ വിസ്ഡം ഉണ്ട്, അതുകൊണ്ട് അത് പേപ്പട്ടി ഞാൻ തിരിച്ചു വരുന്നത്. അറിവുണ്ട്, അറിവ് കിട്ടി. പിന്നെ അതിൻ്റെ അവിടെ ചെന്ന് ചെറുത്ത് നിൽക്കാനല്ല ശ്രമിക്കേണ്ടത്, എങ്ങനെ ചെറുത്ത് നിൽക്കണമെന്ന് ശ്രദ്ധിക്കണം. ഓടണോ അതോ അപ്പുറത്തോട്ട് മരത്തിലോട്ട് ചാടി കയറണോ, ആ ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ അതിൻ്റെ കടിയും മേടിച്ചിട്ട് അതിനെ അടിച്ചു കൊല്ലുന്നതല്ല. മനസ്സിലാവുന്നു? അവിടെ എടുക്കേണ്ട സിറ്റുവേഷനിലായിട്ട് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ കറേജ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇനി കൺസിസ്റ്റൻസി ഉണ്ടാവണം, സ്ഥിരത ഉണ്ടാവണം. നിങ്ങൾ ഒരു കാര്യത്തിനകത്ത് തീരുമാനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇത്ര മാർക്ക് മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നടുത്ത് എത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം, അതിൻ്റെ പിന്നാലെ പോകണം. മനസ്സിലാവുന്നോ? അടുത്തതെന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ്. എന്തിനാണ് ഞാൻ പിന്നാലെ പോകുന്നത്? എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഐ വാണ്ട് ടു റീച്ച് ദെയർ, ദാറ്റ് ഈസ് മൈ ഡെസ്റ്റിനേഷൻ. അത് നിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്, അവിടെ എത്തുക എന്നുള്ളത്. ആ കമ്മിറ്റ്മെൻറ്റാണ് പപ്പയോട്. ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കണം. പപ്പയോട് പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുക്കണം. അല്ലെ ജീവിതത്തിൽ ഇന്നത് എടുക്കണം. ആ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? പ്രതിബദ്ധത. മനസ്സിലായോ? എനിക്കിത് ചെയ്യണം. ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന്, ഈ സമൂഹത്തിൽ നല്ലൊരു നേതാവായി വരുന്നതിന്, ഈ സമൂഹത്തിൽ എനിക്ക് ചെയ്യേണ്ടത് നല്ലൊരു ബിസിനസ്സുകാരനായിട്ടായാലും പൊളിറ്റീഷ്യനായാലും എന്തിലൂടെ ആയാലും, ഞാൻ സയൻറ്റിസ്റ്റ് ആയാലും ഒക്കെ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എൻ്റെ നാടിനോട്. മനസ്സിലാവുന്നു? പിന്നെ ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരമായ കഴിവ്. ഇപ്പം നിങ്ങൾക്ക് സൃഷ്ടിപരമായ ഒരു ചിന്ത, ഇപ്പം വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, വാട്സപ്പിനകത്ത് ഇച്ചിരി കൂടെ ഒക്കെ ഒരു മാറ്റം വരുത്തണം. നിങ്ങൾക്കത് തോട്ടിൽ വന്നു, ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, പുതിയതായി അതിനെ പ്രോത്സാഹിപ്പിച്ച് കണ്ടെത്തുന്നു. അതെന്താണ്? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളുടെ ആശയം എന്തൊക്കെയാ? നിങ്ങളുടെ ആശയങ്ങളെ വളർത്തിക്കൊണ്ടുവരിക, പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ കാണുക. മനസ്സിലായോ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല പറയുന്നത്, ആ ചിന്തയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ച്. ആ കൃത്യം. മനസ്സിലായോ? പിന്നെ അടുത്തൊരു പോയിന്റ് പപ്പയ്ക്ക് പറയാനുള്ള കൺസിഡറേഷൻ. എന്താ വേണം? കൺസിഡർ ചെയ്യണം. എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. മറ്റുള്ളവർക്കുള്ള പരിഗണന. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഒരു സാധാരണക്കാരൻ അതിന്മേൽ വിഷമിക്കുന്നുണ്ടോ? ഞാൻ ആരുടെയെങ്കിലും റൈറ്റ് കർട്ടയിൽ ചെയ്തോ? ഞാൻ ആരുടെയെങ്കിലും ലിബർട്ടി കർട്ടയിൽ ചെയ്തോ? ഞാൻ സ്വാതന്ത്ര്യങ്ങൾ എന്തെങ്കിലും നശിപ്പിച്ചോ? പപ്പയെ വേദനിപ്പിച്ചോ? അങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ. കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചോ? നൂറുകണക്കിന് ചോദ്യങ്ങൾ അവിടെ വരണം. മനസ്സിലാവുന്നു? പിന്നെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. സ്കൂളിൽ ചെന്നിട്ട് കഴിഞ്ഞൊരു ദിവസം കൊച്ചു പ്രസംഗിച്ചെന്ന് പറഞ്ഞു. എന്തോ പ്രസംഗിച്ച്? ടീച്ചർ വായനാ ദിനത്തിന് കുഞ്ഞങ്ങോട്ട് പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ അവിടെ നിൽക്കുന്നവർ ഞെട്ടി, ഉറങ്ങിയിരുന്നവർ ഉണർന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? കമ്മ്യൂണിക്കേഷൻ കറക്റ്റാണ്, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എവിടെ ആരോടാണോ സംസാരിച്ചത് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ മീൻസ് വാട്ട്? സെൻഡർ പറയുന്നത് റിസീവറിന് കൃത്യമായി മനസ്സിലാകുന്നു എങ്കിൽ ദാറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. അപ്പം വാവുകൊണ്ട് സ്വരത്തിന്റെ പേരിലാണോ ചെയ്യാൻ പറ്റുന്നേ? അല്ല, നിങ്ങളുടെ കൈയുടെ ആംഗ്യം കാണിച്ചായാലും അയാൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ there is a communication. ഐഡിയ കിട്ടിയോ? നെക്സ്റ്റ് ഈസ് ബോഡി ലാംഗ്വേജ്. അടുത്തെന്തോ? ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് വേറൊരാൾ പറയും അഹങ്കാരിയാന്നാ തോന്നുന്നേ. മനസ്സിലാവുന്നോ? അത് നമ്മുടെ വിഷയത്തിൽ പെടുന്നതല്ല. മനസ്സിലാവുന്നോ? അല്ല, എൻ്റെ കണ്ടാല് നമ്മൾ പക്ഷെ ആ ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരിതുണ്ട്. ചിലർ പറയും ഒന്നും മിണ്ടരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ നിങ്ങളെ വിൽക്കേണ്ടടുത്ത് നിങ്ങൾ തന്നെ നിങ്ങളെ വിറ്റില്ലെങ്കിൽ ആർക്ക് വിൽക്കാൻ പറ്റും? ആരും വെക്കത്തില്ല. അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പപ്പ അങ്ങ് പ്രധാനമന്ത്രി ആയിരുന്നെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എനിക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് വേണേൽ വലിയ ജാടയൊക്കെ കാണിച്ച് നടക്കാം. മനസ്സിലായോ? നമുക്ക് വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ, ശരീരഭാഷ, നമ്മൾ കാണുന്ന നേർക്കാഴ്ച, തുറന്ന നിലപാടുകൾ, ഉറച്ച പെരുമാറ്റങ്ങൾ, എന്തൊക്കെയാ നമ്മുടെ നിലപാട്? ഉറച്ച നിലപാടുകൾ, നമ്മുടെ ഉറച്ച പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയോട് പറഞ്ഞാൽ പപ്പ അങ്ങനെ ബിഹേവ് ചെയ്യും. വൃത്തികെട്ടതാ. തുറന്ന നിലപാട്, പപ്പയുടെ അടുത്തൊരു അഭിപ്രായം പറഞ്ഞാൽ പപ്പ അത് വളച്ചൊടിക്കാതെ കൃത്യമായി പറയും. നേർക്കാഴ്ച, അദ്ദേഹം പപ്പയ്ക്ക് അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എന്നോട് പറയാതെ തന്നെ അറിയാം. ഈ പപ്പ എഴുതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പപ്പ ഇങ്ങനെ അതിനെ കാണുന്നു.
ഓക്കെ. പിന്നെ അടുത്ത് നിങ്ങൾക്കൊരു പോയിന്റ് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വേണ്ടതെന്ന് പറയുന്നത് സത്യസന്ധതയാണ്. നിങ്ങൾ സത്യസന്ധതയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയം പ്രത്യക്ഷത്തിൽ ഉണ്ടായെന്നിരിക്കും. മനസ്സിലാവുന്നു? പെട്ടെന്ന് നിങ്ങളത് ചെയ്യുമ്പോൾ ആൾക്കാർ എതിർത്തുന്നിരിക്കും. ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അന്ന് അയാളെടുത്ത തീരുമാനമായിരുന്നല്ലോ ശരി. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടില്ലേ? മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ അതൊന്നൊരു വിഷയം. മരിച്ചു കഴിഞ്ഞിട്ടൊന്നുമല്ല സത്യസന്ധതയുടെ പവർ വരുന്നത്. മനസ്സിലാവുന്നോ? ഉറപ്പായിട്ടും നിങ്ങളെടുക്കുന്ന സ്റ്റാൻഡിൻ്റെ വില നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വരും. നിങ്ങളുടെ ആത്മാവിൻ്റെ വിലയാണ് നിങ്ങൾ പിന്നെ പറയുന്നത്. അതോടെ നിൽക്കട്ടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് വന്നോട്ടെ. അപ്പം സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിശ്വസ്തത, ഇൻറ്റഗ്രിറ്റി. സത്യസന്ധത, വിശ്വസ്തത, ഇത് രണ്ടും അവനോട് പറഞ്ഞാൽ അത് നടക്കും. മനസ്സിലായോ? അതുകൊണ്ട് മാത്രം നമ്മളെ എതിർക്കുന്നവരാണ്. നമ്മുടെ കപ്പാസിറ്റി കൂടുതലാണെന്ന് ഒരുത്തൻ തിരിച്ചറിഞ്ഞാൽ അവൻ നമ്മളെ എതിർക്കും. അത് മനുഷ്യനായോണ്ടാണ്. അവർ പട്ടിയായിരുന്നെ നമ്മളെ എതിർക്കത്തില്ല. ഇല്ല. മനസ്സിലാവുന്നു? അപ്പം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മളെ സ്നേഹിക്കുന്നൊരു പട്ടിയെന്നല്ല. ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യനിൽ അസൂയുണ്ട്. അപ്പോൾ മനുഷ്യന് ദൈവങ്ങളുണ്ട്. അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ. മനസ്സിലാവുന്നു? ഒരു ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയൂ. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവമുണ്ട്. ആ ദൈവത്തെ വർക്കൗട്ട് ചെയ്യുന്നവൻ നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെന്താ പറയണ്ടേ? ഇനി കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് അസസ്മെന്റ് വേണമല്ലോ. മോൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല മിടുക്കിയാവണം, ഇന്നടത്ത് എത്തണമെന്നൊക്കെ ഉണ്ട്, സ്പീഡേ നടക്കാം കേട്ടോ. അങ്ങനെ നടക്കുമ്പോഴും ഇന്നടത്ത് എത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും നമ്മൾ ആലോചിച്ചോണം എന്ത് ഡിഫറൻസ് ആണ് ഇന്നലത്തതിൽ നിന്ന് എനിക്കുണ്ടായ. ഒരു സെൽഫ് അസസ്മെന്റ് ഉണ്ടാവണം. വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, ഇന്നത്തതിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഞാൻ ഇന്നടത്തെത്തും. ഐഡിയ കിട്ടിയോ? ആ മാറ്റമാണ് വേണ്ടത്. ഐഡിയ കിട്ടിയോ? പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വേണം, സെൽഫ് അസസ്മെന്റ്. അതുകൊണ്ടാണ് പപ്പ ചോദിക്കുന്നത്, മോനെ അത് പഠിച്ചോ, അത് ക്ലിയർ ആണോ? മനസ്സിലായോ? അത് സെൽഫ് അസസ്മെന്റ് ഉണ്ടാവണം. സ്വയം നമ്മുടെ ശക്തി, നമുക്ക് എവിടെയാണ് നമ്മുടെ ദൗർബല്യം. അപ്പം ദൗർബല്യം അറിയണം, നമ്മുടെ ശക്തി അറിയണം. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഞങ്ങളൊക്കെ മാനേജ്മെൻറ്റിൽ പഠിച്ച ഒരു സംഭവമാണ്, സോട്ട് അനാലൈസ് ചെയ്യാൻ പറയും. എസ് മീൻസ് സ്ട്രെങ്ത്, ഡബ്ല്യു മീൻസ് വീക്ക്നെസ്, ഓ മീൻസ് അവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ടി മീൻസ് അവർ ത്രെഡൻസ്. ഇങ്ങനെയുള്ള നമ്മുടെ സോട്ട് അനലൈസ് ചെയ്യും. മാസ്ലോസ് പ്രിൻസിപ്പിളും ഒക്കെ നമ്മൾ നോക്കും. എന്തിനാണ്? നമ്മൾ സ്വയം മാറിയിട്ടുണ്ടോ, ഞാൻ മാറിയിട്ടുണ്ടോ, നാട്ടുകാരെ മാറിയിട്ടൊന്നും ഒന്നും നടക്കാനില്ല. ഞാൻ മാറിയിട്ടുണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾ മാറിയിട്ടുണ്ടോ, നേകൂട്ടം മാറിയോ, നീയാക്കൂട്ടം മാറിയോ? നിങ്ങൾ സ്വയം ചോദിക്കണം. പപ്പ എപ്പോഴും കിടന്ന് പറയാം, എൻ്റെ പപ്പയ്ക്കനുസരിച്ച് ഞാൻ മാറുന്നുണ്ടോ, ഞാൻ എനിക്ക് വേണ്ടി മാറുന്നുണ്ടോ, എൻ്റെ ശൈലി മാറ്റിയോ, എൻ്റെ സംസാരം മാറ്റിയോ, എൻ്റെ റീഡിങ് കപ്പാസിറ്റി കൂട്ടിയോ, മെഡിറ്റേഷൻ പവർ കൂട്ടിയോ, എൻ്റെ പ്രസംഗ ശൈലി കൂട്ടിയോ, ഞാൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന നേരെ നിന്ന് നടക്കാൻ പഠിച്ചോ? അതൊക്കെ നിങ്ങൾ രണ്ടുപേരും പഠിച്ചു. മനസ്സിലായോ? നിങ്ങൾ പപ്പയുടെ 100 ചോദ്യങ്ങളിൽ 80 കഴിഞ്ഞു. ഇനി 20 ഉള്ളൂ. അയ്യോ, അടുത്ത എന്തോന്ന് പറഞ്ഞ പോസിറ്റീവ് മനോഭാവം, ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? കൃത്യമായ ആറ്റിറ്റ്യൂഡായിരിക്കണം. കൂടെ നിൽക്കുന്നവൻ പറയും, അളിയ ഇതൊക്കെ എത്രയോ ആൾക്കാർ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുത്തനും വിജയിച്ചിട്ടില്ല, അളിയൻ ചുമ്മാതെ കഷ്ടപ്പെട്ടാൽ പോന്നേ. ഇതിങ്ങനെ അവർ പറയും. കാരണം എന്താ? അവന് പേടിയാ, ഇനി അവൻ കറക്റ്റ് സ്ഥലത്തങ്ങാണ് എത്തിച്ചേരുമോ. സോ അവൻ നിങ്ങളിങ്ങനെ ബേർഡൻ ചെയ്തുകൊണ്ടിരിക്കും. പോവല്ലേ, എത്രയോ പേര് ഇതുപോലെ നടന്ന് വീണിട്ടുണ്ട്, സിംഹം പിടിച്ചിട്ടുണ്ട്, കാട്ടിലിതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഒരു നേതാവ് നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും അതിനകത്തും കാര്യവുമില്ല. അല്ലെ പപ്പ സഹായിച്ചില്ലെങ്കിലും കാര്യമില്ല. കാരണം എന്താ? നിങ്ങൾ എവിടെ പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. മനസ്സിലാവുന്നൂടെ? അതാണ് എന്തോന്ന് പറഞ്ഞേ, പോസിറ്റീവ് മനോഭാവം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറൊരു കാര്യം ഉണ്ടാവണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ലീഡർഷിപ്പ്. നിങ്ങൾ നേതാവാണോ? നിങ്ങളിൽ നേതൃത്വമുണ്ടോ? ദാറ്റ്സ് വെരി. നിങ്ങൾ 10,000 പേർ ഒരുമിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നീ മുന്നിലുണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ നിന്റെ പിന്നിൽ ആൾക്കാർ നടക്കും. നീ തിരിഞ്ഞ് നടക്കുമ്പോൾ അവർ നിന്നോടൊപ്പം തിരിഞ്ഞ് നടക്കണം. ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. ഐഡിയ കിട്ടിയോ? അപ്പോൾ ശക്തമായ ഒരു വ്യക്തിത്വം, മനസ്സിലായോ? അത് ആലോചിച്ചോണം. അത് വിത്ത് ബോണല്ല,
ജന്മം കൊണ്ട് കിട്ടുന്നതല്ല അത്. ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തമായ ലക്ഷ്യം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് കണ്ടിന്യൂസ് ലേണിംഗ്, അതോടൊപ്പം തന്നെ കോൺഫിഡൻസ്, കൊറേജ്, പിന്നെന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ധാർമ്മികമായ പ്രവർത്തനം, കമ്മ്യൂണിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഇവയിലെല്ലാം കൂടെ നിങ്ങൾ വളർത്തിയെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ പേഴ്സണാലിറ്റി. അപ്പം ജീവിതത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു, നമ്മുടെ കടയിലെത്തിയിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മുടെ ചായക്കട. എന്തെങ്കിലും പോയിന്റ്സ് അറിയണ്ടോ? ചേട്ടാ ചായ നിങ്ങൾക്ക് ഇത് വേണോ, ഹോർലിക്സ് വേണോ? ചേട്ടാ എനിക്കൊരു ചായ, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഓരോ ഹോർലിക്സ്. മോനെ ഇവിടെ ഇരിക്കുക. എന്തോന്ന് ഇതുപോലെ ഈ പോയിന്റുകളോ? മോനെ പപ്പ ഏകദേശം പപ്പയുടെ കൊച്ചുനാളിലൊന്നും ഇത് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ പപ്പയ്ക്ക് ഈ അടവെല്ലാം ഞാനൊരു 7 വർഷമായിട്ട് കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. ഒന്നല്ല, എല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സമയമെടുക്കും, കൃത്യമായി നമ്മൾ വരും. മനസ്സിലാവുന്നു? അതൊന്നും ആർക്കും തളർത്താൻ പറ്റത്തില്ല. ബിക്കോസ് സ്വയം ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സമൂഹം ഇനി എന്തൊക്കെ പണിതെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ജയിക്കണോ വേണ്ടയോ? നീ ആ മോള് ക്ലിയർ ആവുന്ന സമയത്ത്, അല്ല ഈ കടയിലെ അപ്പച്ചൻ, ഈ അപ്പച്ചനെ ആരെങ്കിലും ചവിട്ടി അണത്തുന്നതാണോ രാവിലെ 4 മണിക്ക്? എല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആ ഒരു കണ്ടിന്യൂറ്റി അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോൾ ചായക്കടയിലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ടാലൻ്റ് എവിടെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ കഴിവ് എവിടെയാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ആ തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കേണ്ടത്. എടാ, നീ എൻ്റെ കൂടെ ഇത്രയും നാൾ നടന്നു. കൂട്ടുകാരിയോട് ചോദിക്കണം, എടി നീ ഇത്രയും നാൾ എൻ്റെ കൂടെ നടക്കുക, നീ എന്നിൽ കാണുന്ന ഒരു ഗുണം എന്തോ? അപ്പോൾ അവർ പറയും, ഓഹ് നീ ഭയങ്കര പ്രസംഗിയാണ്, എന്താ പറയാ, നീ ഭയങ്കര പോസിറ്റീവാണ്, നിനക്ക് ഒത്തിരി മോട്ടിവേഷൻ കഴിവുകളുണ്ട് എന്നൊക്കെ അങ്ങ് പറയുക. അപ്പോൾ ഇതെല്ലാം നമ്മളങ്ങോട്ട് ഏറ്റെടുക്കുക. നമ്മുടെ കഴിവുകൾ ഇതിലാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ മോക്ക് മനസ്സിലായി, ഐ എം എ ലീഡർ. ആരാ? അതോ ഇരിക്കുന്ന ഒരു ലീഡർ, ഗ്രേറ്റ് ലീഡർ. കൈ നോക്കിയേ. യെസ്, ആ കൈ വീശുന്നുണ്ട്. ഓ, പ്രൈം മിനിസ്റ്റർ. മനസ്സിലായോ? നമുക്ക് ലീഡർ ആവണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി, നാട്ടുകാർ തീരുമാനിക്കണ്ട. മനസ്സിലായോ? നമ്മൾ മാറണമെന്ന് നമ്മളതിന്. നമ്മുടെ അടുത്ത് ഒരാൾ വന്നാൽ അയാൾക്ക് കൃത്യമായി അയാൾക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റും. അവിടെ എക്സ്ക്യൂസ് അടിക്കരുത്. അങ്ങനെ സ്കൂൾ ഇലക്ഷനെ നോക്കിയൊന്നും പേടിയും ഭയമൊന്നും ഇല്ല. തോൽവിയൊന്നും ഒരു ചിന്തിക്കാൻ. തോൽവി വരുവാണെങ്കിൽ അങ്ങോട്ട് വരട്ടെ. അപ്പോഴല്ലേ നമുക്കറിയാൻ പറ്റും ഇന്നതാണ് പ്രശ്നമെന്ന്. തോക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ ജയിക്കാൻ പറ്റും? തോൽവി അക്സെപ്റ്റ് ചെയ്തൊരുത്തന്നെ ജീവിക്കാൻ പറ്റുമോ? തോൽവി അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ അതുകൊണ്ട് ഒരാളുടെ അടുത്തൊന്നും പോസിറ്റീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ട. നെഗറ്റീവ് കിട്ടുന്ന എതിര് പറയുന്നവനെ കാണാൻ പഠിക്കണം. അപ്പോൾ അയാൾക്ക് മാത്രമേ നിന്നെ വളർത്താൻ പറ്റൂ. കാരണം അതെന്താ, ആ എതിർപ്പിൽ നിന്ന് നീ വളരണം. മോന് മനസ്സിലായോ മോനെ? ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? Thank you, Papa. A courageous video. Courageous video. Papa. എന്തു മോനെ? Infinity and NBO. ഓഹ്,